വിശ്വപ്രസിദ്ധമായ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയ്ക്ക് ഇന്ന് തുടക്കമാകുകയാണ്. വഞ്ചിപ്പാട്ടിന്റെ ഈരടികളാണ് ഇനിയുള്ള ദിനങ്ങളിൽ ക്ഷേത്ര പരിസരത്തും പമ്പാതീരത്തും ഉയർന്നു കേൾക്കുക. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ പള്ളിയോടങ്ങളെ വരവേൽക്കുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഉച്ചയ്ക്ക് 12 മണിക്ക് ദേവസ്വം മന്ത്രി കെ മുരളീധരനാണ് വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യുക. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുഖ്യ അതിഥിയായി എത്തും. ആറന്മുളയിൽ നിന്നും മിഥുൻ മുരളിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. മിഥുൻ, അങ്ങനെ മറ്റൊരു വള്ളസദ്യയുടെ കാലഘട്ടത്തിന് ഇന്ന് തുടക്കമാവുകയാണല്ലോ. മിഥുൻ, പമ്പയുടെ തീരത്താണ് നിൽക്കുന്നത്. അവിടെ പള്ളിയോടങ്ങളൊന്നും കാണുന്നില്ല. ഏതാണ്ട് 11 മണിയോടുകൂടി പള്ളിയോടങ്ങളുടെ ആദ്യ സംഘം എത്തിത്തുടങ്ങും എന്ന് വേണോ മനസ്സിലാക്കാൻ മിഥുൻ? ഗൗതം, പള്ളിയോടങ്ങളെ സ്വീകരിക്കാൻ ആറന്മുളയുടെ ക്ഷേത്രക്കടവ് ഒരുങ്ങിക്കഴിഞ്ഞു, തയ്യാറെടുത്തു കഴിഞ്ഞു. ഇനി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന പമ്പാ നദിയിലേക്ക്, ആറന്മുള ക്ഷേത്രക്കടവിലേക്ക് പള്ളിയോടങ്ങൾ ഓരോന്നായി ഇങ്ങനെ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ, വഞ്ചിപ്പാട്ടിൻ്റെ ആവേശത്തിൽ ഭക്തിസാന്ദ്രമായി എത്തുമ്പോൾ അത് ആചാരാനുഷ്ഠാനങ്ങളുടെ വിശ്വപ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയുടെ തുടക്കത്തിന് തുടക്കമാകുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി രാവിലെ ഉച്ചപൂജയ്ക്ക് ശേഷം, ഉച്ചയോടുകൂടി ഉച്ചപൂജയ്ക്ക് ക്ഷേത്രത്തിലെ കെടാവിളക്കിൽ നിന്ന്, ശ്രീകോവിലെ കെടാവിളക്കിൽ നിന്ന് മേൽശാന്തി ദീപം പകരും. ആ ദീപം കൊടിമര ചുവട്ടിൽ പള്ളിയോട സേവാ സംഘം ഭാരവാഹികൾക്ക് കൈമാറും. പിന്നെ ആനക്കൊട്ടിയിൽ ഇലയിൽ സദ്യ വിഭവങ്ങൾ വിളമ്പും. അതിനുശേഷം സദ്യാലയങ്ങളിലും വിഭവങ്ങൾ വിളമ്പി തുടങ്ങുന്നതോടെ ഈ വർഷത്തെ 56 ദിവസത്തെ വള്ളസദ്യയ്ക്ക് തുടക്കമാവുകയാണ്. ആചാര അനുഷ്ഠാനത്തിൽ അധിഷ്ഠിതമായ, വിശ്വാസ പെരുമയിൽ അധിഷ്ഠിതമായ ആ 56 ദിവസം നീണ്ടു നിൽക്കുന്ന ആ മഹത്തായ വള്ളസദ്യ കാലഘട്ടത്തിനാണ് ഇന്ന് തുടക്കമാകുന്നത്. ഇത്തവണ ദിവസങ്ങൾ കുറവാണ്. ഓണം നേരത്തെ ആയതുകൊണ്ട് തന്നെ 56 ദിവസങ്ങൾ മാത്രമാണുള്ളത്. പക്ഷേ ഈ 56 ദിവസങ്ങളിൽ തന്നെ 500-ലധികം വള്ളസദ്യകൾ ഇതിനോടകം തന്നെ വഴിപാടുകാർ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ആചാര അനുഷ്ഠാനങ്ങൾ മാറുന്നില്ല. വിശ്വാസ പെരുമയിൽ അധിഷ്ഠിതമായ ആ വള്ളസദ്യ കാലഘട്ടത്തിൽ റെക്കോർഡ് ബുക്കിംഗ് ആണ് ഇത്തവണയും. 500-ലധികം ബുക്കിംഗ് ഇത്തവണ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ എന്നോടൊപ്പം ഒരു വഞ്ചിപ്പാട്ട് സംഘം ചേരുന്നുണ്ട്. ടീം പാണ്ഡവ വഞ്ചിപ്പാട്ട് കൂട്ടായ്മയുടെ കുട്ടികൾ, കലാകാരന്മാർ നമ്മളോടൊപ്പം ചേരുകയാണ്. ആറന്മുളയുടെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള വഞ്ചിപ്പാട്ട് കലാകാരന്മാരാണ് ഇവരെല്ലാം കൂടി ചേർന്നുകൊണ്ട് ജനം ടിവിക്ക് വേണ്ടി വഞ്ചിപ്പാട്ട് ഇപ്പോൾ ആലപിക്കുകയാണ്. ടീം പാണ്ഡവ കലാസംഘം, വഞ്ചിപ്പാട്ട് കലാസംഘം, ഇനിയിപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇനിയുള്ള ദിവസങ്ങൾ വഞ്ചിപ്പാട്ടിൻ്റെ ഈരടികൾ മുഴങ്ങുകയാണ്. ഭക്തിസാന്ദ്രമായിട്ടുള്ള ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. എങ്ങനെ എന്ത് തോന്നുന്നു ഇനിയുള്ള ദിവസങ്ങൾ? വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് ഞങ്ങൾ നോക്കി കാണുന്നത്. നമുക്ക് ഓരോ ആൾക്കാർക്കും ഒരുപാട് വഞ്ചിപ്പാട്ടുകൾ അഭ്യസിക്കുവാനും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പുതുതായി പഠിക്കുവാനും അത് പുതുതായിട്ട് പലരിലേക്ക് എത്തിക്കാനും ഉള്ളൊരു സാധ്യതയാണ് നമുക്ക് ഈ ഒരു സീസൺ എന്ന് പറയുന്നത്. തലമുറകൾ പോകുന്ന തലമുറകൾ എത്ര കൈമാറിയാലും ആ വിശ്വാസങ്ങൾക്കും ആ ആചാരപ്പെരുമയ്ക്കും ആ അനുഷ്ഠാനങ്ങൾക്കും ഒന്നും മാറ്റമില്ല എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ കാണുന്ന ഈ പുതിയ തലമുറ എന്നുള്ളതാണ്. ആ വഞ്ചിപ്പാട്ട് ജനം ടി വി പ്രേക്ഷകർക്ക് വേണ്ടി. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഹരി ഹരി
കണ്ണ എന്റെ കണ്ണ പൊന്നു കണ്ണ തിരുവാറന്മുള കണ്ണ കണ്ണ പൊന്നു കണ്ണ തിരുവാറന്മുള കണ്ണ ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഹരി ഹരി. വഞ്ചിപ്പാട്ടിൻ്റെ ആവേശം, താളം എല്ലാം ജനൻ TV പ്രേക്ഷകരിലൂടെ ലോകമെങ്ങും എത്തിച്ച ടീം പഞ്ചപാണ്ഡവ വഞ്ചിപ്പാട്ട് കലാസംഘത്തിനുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. വളരെ മനോഹരമായ വഞ്ചിപ്പാട്ടിൻ്റെ ഈണം, ഈ വഞ്ചിപ്പാട്ടിൻ്റെ ഈണങ്ങൾ ഇനിയുള്ള മണിക്കൂറുകളിൽ അങ്ങ് മുഴങ്ങുകയാണ്. ആറന്മുള ദേശത്തിൻ്റെ 51 കരകളിലും വഞ്ചിപ്പാട്ടിൻ്റെ താളങ്ങൾ മുഴങ്ങുന്ന ദിനരാത്രങ്ങളാണ് ഇനി ഉള്ളത്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഈ ദേശം. ആറന്മുള ക്ഷേത്ര പരിസരവും പമ്പാതീരവും 51 കരകളുമെല്ലാം പള്ളിയോടങ്ങളെ സ്വീകരിക്കുന്നതിന് വേണ്ടി, പള്ളിയോടങ്ങളെ ആറന്മുള ക്ഷേത്ര സന്നിധിയിലേക്ക് യാത്രയാക്കുന്നതിനുമൊക്കെയുള്ള തിരക്കിലാണ് ഈ മണിക്കൂറുകൾ. എന്തായാലും ഉച്ചയ്ക്ക് 12 മണിയോടെ കെ മുരളീധരൻ ദേവസ്വം മന്ത്രി ഔദ്യോഗികമായി വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയായി പങ്കെടുക്കും. സുരേഷ് ഗോപിയുടെ വഴിപാട് ഉൾപ്പെടെയുള്ള വള്ളസദ്യകളാണ്, 10 കരകളിലെ വള്ളസദ്യകളാണ് ഇന്ന് നടക്കുന്നത്. ഗൗതം, അപ്പം ആദ്യ ദിവസം എത്ര പള്ളിയോടങ്ങളാണ് ആ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുന്നത്? ഏതൊക്കെ പള്ളിയോടങ്ങൾ എത്തുന്നുണ്ട്? ഒപ്പം അടുത്ത മാസം 30-നാണല്ലോ ആറന്മുള ഉത്രട്ടാതി ജലോത്സവം നടക്കാനിരിക്കുന്നത്. അപ്പോൾ വലിയ ആവേശത്തിലേക്ക് ആറന്മുള എന്ന പൈതൃക ഗ്രാമം കടക്കുകയാണ് അല്ലേ? തീർച്ചയായും ഗൗതം, 10 പള്ളിയോടങ്ങൾക്കാണ് ഇന്ന് വഴിപാട് ഉള്ളത്. കീഴ്ച്ചേരിമേൽ, തെക്കേമുറി, കൊടിയാട്ടുകര, തോട്ടപ്പുഴശ്ശേരി, മല്ലപ്പുഴശ്ശേരി, പൂവത്തൂർ പടിഞ്ഞാറ്, തെക്കേമുറി കിഴക്ക്, മേലുകര, ഇടശ്ശേരിമല, ചെറുകോൽ എന്നിങ്ങനെ 10 പള്ളിയോടങ്ങൾക്കാണ് ഇന്ന് വഴിപാടുള്ളത്. അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി 2 പള്ളിയോടങ്ങൾക്ക് വഴിപാട് ഇന്ന് സമർപ്പണം നടത്തിയിട്ടുണ്ട്. അങ്ങനെ 10 കരകളിൽ നിന്നുള്ള പ്രതിനിധികളും ഒപ്പം വഴിപാടുകാരും രാവിലെ എത്തി ആദ്യ ചടങ്ങായ ക്ഷേത്ര സന്നിധിയിലെ നിറപറ നിറയ്ക്കുന്ന ആ ചടങ്ങ് പൂർത്തിയാക്കി രാവിലെ അങ്ങനെ വഴിപാടുകൾ തുടക്കം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വരുന്ന മണിക്കൂറുകൾ, 1 മണിക്കൂറിൽ തന്നെ പള്ളിയോടങ്ങൾ ഇവിടേക്ക് ക്ഷേത്രക്കടവിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 11 മണിയോട് കൂടി തന്നെ പള്ളിയോടങ്ങൾ എത്തുന്നതോടുകൂടി സ്വീകരണവുമൊക്കെയായുള്ള ചടങ്ങുകളിലേക്ക് വഞ്ചിപ്പാട്ടിൻ്റെ ഈണം അലയൊടിക്കും എന്നുള്ളതാണ്. നമ്മളിപ്പോൾ കേട്ടതുപോലെ തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് ആചാരവിശ്വാസ പാരമ്പര്യങ്ങളെല്ലാം കൈമാറപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. എത്രയൊക്കെ വർഷങ്ങൾ കഴിഞ്ഞാലും നൂറ്റാണ്ടുകൾക്കപ്പുറമുള്ള ആ വിശ്വാസങ്ങൾ, ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള, ഭഗവാന്റെ അനുഗ്രഹാശിസുകൾക്ക് വേണ്ടിയുള്ള ആ വഴിപാട് സമർപ്പണമൊക്കെ അതേപടി തന്നെ നിലനിന്ന് പോരുന്നു എന്നുള്ളതാണ് ഈ ആറന്മുള ദേശത്ത് നിന്ന് നമുക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം. 500-ലധികം വഴിപാടുകളാണ് ഈ 56 ദിവസത്തിനുള്ളിൽ ഇതിനോടകം തന്നെ ബുക്ക് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ തവണ 80 ദിവസത്തോളം ഈ വള്ളസദ്യക്കുള്ള കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ 56 ദിവസം മാത്രമേ ഉള്ളൂ. പക്ഷേ 500 വള്ളസദ്യകൾ ഇതിനോടകം തന്നെ ബുക്ക് ചെയ്തിരിക്കുന്നു. അങ്ങനെ നിരവധി വഴിപാടുമായി ബന്ധപ്പെട്ടുള്ള അന്യദേശങ്ങളിൽ നിന്നടക്കമുള്ള ആളുകൾ ഭക്തിസാന്ദ്രമായി നാറുന്ന ദിവനരാത്രങ്ങൾക്കാണ് ഇനി ആറന്മുള സാക്ഷ്യം വഹിക്കുന്നത്. ഓക്കെ എന്തായാലും ആറന്മുളയിലെ ചരിത്ര പ്രസിദ്ധമായ വള്ളസദ്യയ്ക്ക് ഇന്ന് 12 മണിക്ക് തുടക്കമാകുകയാണ്. 10 പള്ളിയോടങ്ങൾ അല്പസമയത്തിനകം തന്നെ സത്രക്കടവിലേക്ക് എത്തിത്തുടങ്ങും. ആ വേളയിൽ പള്ളിയോടങ്ങൾ ആദ്യത്തെ ഈ വർഷത്തെ വള്ളസദ്യയ്ക്ക് വേണ്ടി എത്തുന്ന മനോഹരമായ കാഴ്ചയിലേക്ക് ആ വേളയിൽ നമുക്ക് പോകാം. മിഥുൻ മുരളി ആറന്മുളയിൽ തന്നെ തുടരുകയാണ്.